ശബരിമല തീർത്ഥാടകരെ സംസ്ഥാന സർക്കാർ കന്നുകാലികളെ പോലെയാണ് കണക്കാക്കുന്നതെന്ന് ബി.ജെ.പി. ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവുമായ അനിൽ ആന്റണി ബി.ജെ.പി. ജില്ലാ ഓഫീസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയുടെ കാര്യത്തിൽ ഹൈന്ദവ വിശ്വാസികളെ അവഹേളിക്കുന്ന CPM-ഉം സർക്കാരും ശ്രീരാമക്ഷേത്രത്തിലെ കാര്യത്തിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തുകയാണെന്നും കുറ്റപ്പെടുത്തി അനിൽ ആന്റണി. ശബരിമലയുടെ കാര്യത്തിൽ CPM-ഉം സംസ്ഥാന കോൺഗ്രസും ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്നും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP നയിക്കുന്ന മുന്നണി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തുമെന്നും BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി പറഞ്ഞു. BJP ജില്ലാ ഓഫീസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി പ്രീണന രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവർ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല. ഇവർ കേരളം ഭരിക്കുകയാണ്. ഇന്ന് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. ഇന്ന് ശബരിമലയിലെ ഓരോ തീർത്ഥാടകരെയും ഇന്ന് മലയാളികൾക്ക് അയോധ്യ പോലെ തന്നെ വളരെ പ്രിയപ്പെട്ട ശബരിമലയുടെ ഓരോ തീർത്ഥാടകരെ അവർ കന്നുകാലികളെ പോലെയാണ് അവരോട് പെരുമാറുന്നത്. എന്നിട്ട് അവർ പറയുന്നു, രാമക്ഷേത്രത്തിൽ നമ്മൾ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഇന്നും രണ്ട് മനസ്സിലാണ്. കോൺഗ്രസ് പാർട്ടി അവർ ഇവിടെ പറയുന്നു, ഇവിടുത്തെ നേതാക്കൾ പറയുന്നു നമ്മൾ പങ്കെടുക്കുന്നില്ല, കേരള ഘടകം പങ്കെടുക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദേശീയ നേതൃത്വം ഇപ്പോൾ എന്ന് പോകണമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം മോദി സർക്കാർ ബ്രിട്ടനെ പിന്തള്ളി രാജ്യത്തെ 5ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കിയെങ്കിൽ മൂന്നാം മോദി സർക്കാർ ഭാരതത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജു, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മനോഹരമായൊരിടം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഹക്കോ ലേക്ക് വ്യൂ ബാങ്കറ്റ് ഹാൾ, കല്ലഞ്ചേരി റോഡ്, നോർത്ത് കുമ്പളങ്ങി, കൊച്ചിൻ 7. സ്വിമ്മിംഗ് കോച്ചിംഗ് ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെ.